വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അൽ വഫ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറുനാടൻ ചാനലിൽ ഷാജൻ സക്കറിയ എന്ന് പറയുന്ന മനുഷ്യൻ വർഗീയത വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണത്. നേരത്തെ നമുക്കറിയാം, മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും മറ്റു ഇതര മതസ്ഥരെയും തമ്മിലടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് മറുനാടൻ മലയാളം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു അയവ് സമീപനം, അവരുടെ ആ തീവ്രമായ ലൈനൊന്ന് മാറ്റി ഒരു അയവ് സമീപനം സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ചില അഭിമുഖങ്ങളൊക്കെ അവർ സൃഷ്ടിക്കുകയും അവർക്ക് പറ്റാവുന്ന ചില ആളുകളെ മാത്രം വിളിച്ചു വരുത്തി അവരുടെ ചാനലിന് കോട്ടം പറ്റാത്ത വിധത്തിൽ തുള്ളുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുള്ള അഭിമുഖം, എന്നിട്ട് പരിഹാസ്യരായി തിരിച്ചു പോകുന്ന എന്താണ് ഈ പറയുന്നത്? കാരണം കേവലം മതപരമായിട്ട് ഒരറിവുമില്ലാത്ത, ഇസ്ലാമികമായിട്ട് കാര്യമായിട്ടൊരു അറിവുമില്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അഭിമുഖം എന്ന് പറഞ്ഞൊരു നാടകം നടത്തി പിരിഞ്ഞു പോകും. യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ എൻ്റെ തൊട്ടടുത്തുള്ള കൊടിയത്തൂരിൽ ഒരു ഉമറുൽ ഫാറൂഖ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയെ വിളിച്ചു വരുത്തി ഒരഭിമുഖം നടത്തുകയുണ്ടായി. ആ അഭിമുഖത്തിൽ അങ്ങനെ വീക്ഷണങ്ങൾ പറയാനുള്ളതാണോ പരിശുദ്ധ ദീന്? പ്രമാണബദ്ധമല്ലേ? ഒരു മൗലവിയും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയൊക്കെ ആകുമ്പോൾ അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ അനുഭാവിയാണ്, അവരാണിപ്പോൾ യഥാർത്ഥത്തിൽ ശുദ്ധ തൗഹീദിൻ്റെ ആളുകൾ എന്നൊക്കെയാണ് അതിൽ അയാൾ പറയുന്നത്. എന്നാൽ ആ പറയുന്നതോടൊപ്പം തന്നെ കുറേ വിഡ്ഢിത്തങ്ങൾ അയാൾ വിളിച്ചു പറയും. അത് കേൾക്കാൻ ആ ചാനലിൽ ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും അറിയോ? എന്നാൽ അത് കേൾക്കാൻ ഇവിടെയുള്ള മനുഷ്യർ വിഡ്ഢികളാണോ? എന്താണ് അദ്ദേഹം പറഞ്ഞ ഓരോ അബദ്ധങ്ങൾ? യേശു ക്രിസ്തു അഥവാ ജീസസ്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്, ഏഴാനാകാശത്തുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ ജൂതന്മാര് കുരിശിൽ തറച്ചു കൊന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? ക്രിസ്ത്യാനികൾ. എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിനെ വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, കുരിശിൽ തറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു, അല്ലാഹുവിലേക്ക് ബൽ റഫഅഹുല്ലാഹു ഇലൈഹി. പിന്നെ പകരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തദാത്മ്യമായ സാമ്യമുള്ള മറ്റൊരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഈസാ നബിയെ പിടികൂടാൻ, കൊല്ലാൻ, കുരിശ് തറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തി. ഇത് ഇയാൾ പറയുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം പറയണത് എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട്, അങ്ങനെ പരിശുദ്ധ ദീന് പറയാൻ പറ്റുമോ? എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്? എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ജീസസ്, അതായത് ഇയാളെ മുമ്പൊന്ന് ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന യേശു ക്രിസ്തു ഒരു 10 വർഷത്തിനുള്ളിൽ വരും എന്നാണ് അയാൾ പറയുന്നത്. 10 വർഷത്തിനുള്ളിൽ വരും. ഒന്ന് കേട്ടു നോക്കുക. ആകാശത്തേക്ക് ഉയർത്തി കഴിഞ്ഞതിന് ശേഷം യേശുവിനോട് അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യർ ആകാശത്തിൽ കൂടുകൂട്ടാൻ വളരെ വ്യഗ്രത കാണിക്കും, അതിന്റെ മൂർധന്യത്തിൽ പാരമ്യത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ നിന്നെ താഴെ ഇറക്കും. അപ്പൊ യേശു ഇപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ സമീപത്തുണ്ട്, 7ാം ആകാശത്തിലുണ്ട്. അത് ഇപ്പൊ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ഏകദേശമുള്ള ചില കണക്കുകൂട്ടലുകളും ഇതും വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല യേശുവിന്റെ വരവിന്റെ സമയം. എന്നാൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ, അതായത് ലോകം മുഴുവനും
ഇയാൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ദീനുണ്ടോ? ആലോചിച്ചു, പരിശുദ്ധ ദീന് ഞാനോ നിങ്ങളോ സ്വന്തം ഇഷ്ടാനുസരണം പറയുന്നതാണോ ദീൻ എന്ന് പറയുന്നത്? പരിശുദ്ധ ദീനിൽ ഒരാളും സ്വന്തമായ ഒരു കാര്യം നിർമ്മിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും. പരിശുദ്ധ ദീനിൽ നമ്മുടെ വകയായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. പരിശുദ്ധരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ ആ ദീനിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടത് ആണ് എന്നാണ്. അതാണ് പരിശുദ്ധ മതം. എന്നാൽ ഇദ്ദേഹം അവിടെ ചെയ്യുന്ന എന്താണ്? ഇദ്ദേഹത്തിന്റെ വക പറയാണ്. ഇയാൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതുമുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, പല വിഷയങ്ങളും പറയുന്ന കൂട്ടത്തിൽ കുറേ നേരം ഈ മനുഷ്യനൊരു നോക്കുകുത്തിയായി മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇയാൾ പറയുന്ന എന്താ പറയുന്നത് പറയുന്നത് ഇയാളുടെ കുറേ ആശയങ്ങളാണ്, ഇയാളുടെ കുറേ താല്പര്യങ്ങളാണ്. അത് മറ്റേ ആൾ കേൾക്കുക. പക്ഷെ ആ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇയാൾ ചോദിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിന് വരെ പോലും അവസരം കൊടുക്കുന്നില്ല മറ്റേ ആൾ. ഇങ്ങനെ റേഡിയനാവുകയാണ്. അങ്ങനെയാണ് ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടത്. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ഇരിക്കുന്ന ആളും അവതാരകനും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ആൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണത്. അപ്പോ ആ കൂട്ടത്തിൽ അയാൾ ചോദിക്കുന്നുണ്ട്, മറുനാടൻ അവിടെ അഭിമുഖത്തിന് വന്ന ആൾ ചോദിക്കുന്നുണ്ട്, UAE പോലെയുള്ള രാജ്യത്ത് അവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇയാൾ കയറി പറയുന്നുണ്ട്, UAE എന്ന് പറയുന്ന രാജ്യം അത് ഇസ്ലാമിക രാജ്യമല്ല എന്ന് പറയാൻ പറ്റൂല. അവിടുത്തെ ഭരണാധികാരികൾ ജൂതന്മാരാണ്, ജൂതന്മാർക്ക് ദാസ്യവേല ചെയ്യുന്നവരാണ് എന്ന് വിചാരിച്ച് അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ ഇയാളിങ്ങനെ ആരോപിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ അയാളുടെ അനുയായികളും അയാളുടെ നേതാക്കന്മാരും ഒക്കെ നേരത്തെ പറയുന്നത് ഈ കേരളത്തിൽ മാത്രമേ സുന്നികളുള്ളൂ എന്നാ. നിങ്ങൾ UAE നോക്കൂ, ബഹ്റൈനിലേക്ക് നോക്കൂ, അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യയിലേക്ക് നോക്കൂ. അവിടെയൊക്കെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങളുടെ മുജാഹിദ് ആശയപ്രകാരമാണ് പോകുന്നതെന്ന് പറയുന്നവരാണ്. എന്നിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി വന്ന ഈ മൗലവി പറയുന്നത് UAE ഒന്നും എന്തല്ല, ഇസ്ലാമിക രാജ്യമാണെന്ന് പറയാൻ പറ്റൂല. അവിടുത്തെ ഭരണാധികാരികളൊക്കെ കന്യാമറിയമ്മിനെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചും ഒക്കെ ദുരാരോപണം ഒരു സ്ഥലത്ത് എല്ലാവിധ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. UAE-യിലും ശരിക്കും യഥാർത്ഥ ഇസ്ലാമല്ല. UAE-ന്റെ ഭരണാധികാരികളൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ജൂതന്മാർ ഇസ്രായേലിൽ പറയുന്നത് വളരെ മോശമായി. ഇതാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടുന്നത്. പിന്നെ ആ കൂട്ടത്തിൽ ഇറാനെ കുറിച്ച് പറയുകയുണ്ടായി. ഇറാനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ നടക്കുന്ന ഇന്നത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളായി വന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമല്ല. ശരി, ഓക്കെ, പിന്നെ എന്താണ് അവരുടെ പ്രശ്നം? ഇയാൾ പറയാണ് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമല്ല. അവിടെയുള്ള ആളുകൾ അപ്പം മറ്റേ ആൾ ചോദിക്കുന്നു, അവരും ഖുർആനല്ലേ ഓതുന്നത്, അവരും ഇസ്ലാമിനല്ലേ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവർ ഈ വിഷയമല്ലേ പറയുന്നത്? അല്ല, അവര് ഇസ്ലാമിക രാജ്യമല്ല എന്നുള്ളത് ഇയാൾക്ക് പറയാൻ എന്താ അധികാരമാവുള്ളത്? എന്നാൽ ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടാൻ ഇറാന് സാധ്യമല്ല. അവർ ഷിയാക്കളാണ്. അവർ ഇവരെ പോലെയും മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് പോലെയുള്ള പ്രസ്ഥാനത്തെ പോലെ പുത്തൻവാദികളാണ്, വിദയികളാണ്. പല വാദഗതികളും പരിശുദ്ധ ദീനിന് നിരക്കാത്ത പരിശുദ്ധ ദീനിന്റെ ചില കാര്യങ്ങൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും അവർ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. അതുമായിട്ട് നമുക്ക് കോംപ്രമൈസ് ആവാൻ സാധ്യമല്ല. പക്ഷെ ഇന്ന് ഇറാൻ അവരുടെ നിലപാട്, അവര് നീതിക്കൊപ്പം, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ലോകം നീതിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അമേരിക്കയും ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തമ്മാടിത്തത്തിനെതിരെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെറികേടിനെതിരെ അതിന് നിൽക്കുന്ന ലോകത്ത് 63
രാജ്യങ്ങൾ ഉണ്ടായിട്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ട് കേവലം അതൊക്കെ പേരിൽ മാത്രം ഒതുങ്ങാൻ. എന്നാൽ അവിടെ തല പൊക്കി നെഞ്ചൂക്ക് കാണിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രം അത് ഇറാനാണ്. അപ്പൊ ആ ഇറാനെ കുറിച്ച് ചർച്ചയിൽ തന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ യശസ്, അഭിമാനം ഇന്ന് ഈ ട്രംപിനെയും അതുപോലെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തറപറ്റിക്കുന്നതിൽ ഭാവിയിൽ ഇറാൻ എന്ത് സംഭവിക്കും എന്നുള്ളതല്ല ഇവിടെ വിഷയം. സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടായി എതിർക്കും, ഇറാൻ വീണുപോകും. പക്ഷെ അവർ കാണിക്കുന്ന ആ നിലപാടുണ്ടല്ലോ, അതിനാണ് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. അവർ പറഞ്ഞ അവരുടെ വരുതിയിലേക്ക് പണ്ട് ഇറാഖിനെയും അതുപോലെ ലിബിയയെയും മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും അധിനിവേശം നടത്തിയിട്ട് ഈ സാമ്രാജ്യത്വം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഈ പാശ്ചാത്യ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തന്ത്രങ്ങൾ അത് പാളിപ്പോവുക. അഫ്ഗാന്റെ മുമ്പിൽ പരാജയപ്പെട്ടു, ഇപ്പോൾ ഇതാ തല ഉയർത്തി നിൽക്കുന്നു ഇറാൻ. അവിടെയാണ് ഇയാളെപ്പോലത്തെ ആളുകൾ ഈ മറുനാടൻ പോലത്തെ വർഗീയത വിളമ്പുന്ന ചാനലിൽ പോയിട്ട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്നത്. ഇറാൻ ഇസ്ലാമിക രാജ്യമല്ല എന്നും അതിന് പറയുന്ന ന്യായങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇറാൻ എന്ന രാഷ്ട്രം ശരിക്കും ഇസ്ലാമിക രാഷ്ട്രമല്ല, ഷിയ രാഷ്ട്രമാണ്. അത് ഇസ്ലാമിൽ നിന്ന് പഴച്ച ചിന്താഗതി. ഇസ്ലാമിനെ വൾഗറാക്കി ചിത്രീകരിക്കാനും ഇസ്ലാമിലേക്ക് ആരും അടുക്കരുത്. അല്ല, അവര് മുസ്ലിങ്ങളല്ല, അങ്ങനല്ല, മുസ്ലിങ്ങളുടെ ദൈവമല്ല, മനുഷ്യരും. അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിനെ ബൾഗറാക്കി അവതരിപ്പിച്ച ആളുകളാണ് ഇറാനികൾ, അവർ മുസ്ലിങ്ങളെ അല്ല എന്ന് അയാൾ തറപ്പിച്ച് പറയുന്നുണ്ട്. ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളല്ല എന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച എല്ലാവരും മുസ്ലിങ്ങളാണ് എന്നാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി നാം അറുത്തതിനെ ഭക്ഷിക്കുന്ന നമ്മുടെ ഖിബിലയിലേക്ക് തിരിയുന്ന ഷിയാക്കളുടെ അള്ളാഹു നമ്മുടെ അള്ളാഹുവാണ്. ഷിയാക്കളുടെ റസൂല് മുഹമ്മദ് നബിയാണ്. ഷിയാക്കളുടെ ഖിബില പരിശുദ്ധ കഅബയാണ്. നമ്മൾ നിസ്കരിക്കും പോലെയാണ് അവർ നിസ്കരിക്കുന്നത്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവരറുത്തത് നമ്മളും ഭക്ഷിക്കുന്നു, നമ്മളറുത്തത് അവരും ഭക്ഷിക്കുന്നു. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞ ആളുകളൊക്കെ മുസ്ലിങ്ങളാണ്. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് അവരെ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇനിയാള് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ഷിയാക്കൾക്കുള്ള വിശ്വാസത്തിന്റെ കൂട്ടത്തിൽ ഇയാൾ തട്ടിവിടുന്ന ഒരു കാര്യമാണെന്ത്? ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആരാണ് അവർ രണ്ടുപേരും? ഫാത്തിമത്തു ബിൽഗത്തു മിന്നി, ഫാത്തിമത്തു മിൻ കബ്ദി എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് അവിടെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കൂട്ടത്തിൽ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചുണ്ടോ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഇവര് പ്രവാചകനായി കാണാൻ തീരുമാനിച്ച ആളാണ് അലി റളിയല്ലാഹു അൻഹു. തീരുമാനിച്ചോ തീരുമാനിച്ചില്ല എന്നുള്ളത് ഇയാളല്ലല്ലോ തീരുമാനിക്കരുത്. അലി റളിയല്ലാഹു അൻഹു അവസാനത്തെ പ്രവാചകനാണ് എന്ന് ഷിയാക്കൾക്ക് വാദമുണ്ടോ? ഇയാൾ എന്താണ് ഷിയാക്കളെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത്? ഇവരെ കൂട്ടത്തിൽ എത്രയെത്ര വിഭാഗങ്ങളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പൊട്ടിപ്പിളർന്ന് എത്ര കഷ്ണങ്ങളായി. അവരുടെ വാദഗതികളെ കുറിച്ചൊക്കെ ഇയാൾക്കറിയോ? മുജസ്സിമിയാക്കളുടെ, മുഅ്തസിലിയാക്കളുടെ, ഖദരിയാക്കളുടെ തുടങ്ങിയിട്ട് ഒരുപാട് ഖവാരിജിയാക്കളുടെ, നഅ്തിയാക്കളുടെ തുടങ്ങി അങ്ങനെയുള്ള വാദഗതികളുള്ള ഇവർ ഷിയാക്കളെ എങ്ങനെ വിമർശിക്കും? ഇവര് സുന്നികളെ കൂട്ടത്തിൽ ഒരു അവാന്തര വിഭാഗം പോലെ തന്നെ ഷിയാക്കളും അവാന്തര വിഭാഗമാണ്, അത്രയല്ലേ ഉള്ളൂ. അവരെ വിമർശിക്കാൻ ചെറുവരലില്ലാത്ത ആള് തള്ളവരലില്ലാത്ത ആളെ എങ്ങനെ വിമർശിക്കുക? ഇയാൾക്ക് വിരലനല്ല പിന്നെ ആളല്ലേ എന്നിട്ടല്ലേ തള്ളവിരലില്ലാത്ത ആളെ വിമർശിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്ക് ഷിയാക്കളെ വിമർശിക്കാൻ എന്താ അധികാരമുള്ളത്?
ഇയാൾ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്, അവരുടെ വാദഗതി എന്താണ്? എന്നിട്ട് ഇയാൾ പറയുന്ന അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവരെ കുറിച്ചൊക്കെയുള്ള ഷിയാക്കളെ വിശ്വാസം അലി റളിയല്ലാഹു അൻഹു പ്രവാചകനാകേണ്ട ആളായിരുന്നു എന്ന് ഷിയാക്കൾക്ക് വാദമുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഒരു വാദം ഷിയാക്കൾക്കുണ്ട്. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് തെറ്റായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകനായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഷിയാക്കളിൽ ഏതോ തീവ്രവാദികൾ പല കക്ഷികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇന്ന് ഇറാനിൽ കാണുന്ന ഈ ഷിയാക്കൾക്ക് ഈ വാദമുണ്ടോ? അതുണ്ടോ ഇല്ലേ പഠിക്കാതെ അങ്ങനെ തട്ടിവിടുകയാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് ഷിയാക്കൾക്കുള്ള വാദം എന്താണ് കൃത്യമായി പറയാം. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന്റെ ഭരണചക്രം ചലിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഒരുപാട് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹാബാക്കളെ കൂട്ടത്തിൽ നിന്ന് അതിനർഹൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കണ്ടെത്തിയതാണ്. തൻ്റെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കൾ റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈനാർ, അവരുടെ പിതാവ് അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. നബി കുടുംബമുണ്ട്. എന്നിട്ട് പോലും അവിടുത്തെ സന്തത സഹചാരിയായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുവെക്കാൻ, പിന്നീട് സഹാബത്തെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് ഒന്നാം ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തു. അതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ ഷിയാക്കൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് നമ്മളുമായിട്ട് ആദർശത്തിൽ വെച്ച കക്ഷിയാണെന്ന് പറയുന്നത്. അല്ലാതെ മുസ്ലിംകളിൽ പെടില്ല, മുസ്ലിമീങ്ങളെ മറവ് ചെയ്യേണ്ടടുത്ത് മറവ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ നോക്കി. ഈ പറയുന്ന ആൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഇയാൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഇയാൾ അംഗീകരിക്കുന്ന ശുദ്ധ തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന ഈ പറയുന്ന സൗദി അറേബ്യ, ഈ സൗദി അറേബ്യയിൽ ഇറാനികൾക്ക് ഹജ്ജിന് ഉംറക്ക് വരാനുള്ള വിസ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, നിങ്ങളുടെ ഇബ്നു ബാസും ഷെയ്ഖ് ഹുസൈമീനും അവരൊക്കെ നിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ അവരുടെ തൗഹീദ് ഫോളോ ചെയ്യുന്ന നിങ്ങൾ, അവര് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന, അവര് ജീവിച്ചിരുന്ന നാടാകുന്ന, ഇന്ന് ഹറമിലെ ഇമാമ്, പ്രഗത്ഭനായ ഇമാമ് സുദൈസ് അടക്കമുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഭരിക്കുന്ന ഈ സൗദി അറേബ്യയിൽ, മക്കയിലും മദീനയിലും ഇറാനികൾ വരുന്നുണ്ടല്ലോ. അവർ മുസ്ലിമീങ്ങളല്ലെങ്കിൽ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുമോ? ഖാദിയാനികൾ മുസ്ലിമീങ്ങളല്ല എന്ന് ആധികാരികമായി ഇവിടെ സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഈ പറയുന്ന ഷിയാക്കൾ മുസ്ലിമീങ്ങളല്ലെങ്കിൽ അവർക്ക് ഹജ്ജിനും ഉംറക്കും എങ്ങനെ അനുവാദം കൊടുക്കും? അവർ വരുന്നുണ്ടല്ലോ. അപ്പൊ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല, ലോകരാജ്യങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാനുള്ളതാണോ മതം എന്നൊക്കെ പറയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, ഇയാളെ സങ്കല്പങ്ങളാണ്. ഇമാം മഹ്ദിയെ കുറിച്ചും ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും ദജ്ജാലിനെ കുറിച്ചൊക്കെ ഇയാൾ പറഞ്ഞത് ഇനിയിപ്പോ ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ ഈസാ നബി വരുന്നതാണ് ഇയാളെ കാഴ്ചപ്പാട്. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയം മുതൽ 3 വർഷം, അതായത് 2026 ആണ്, 2027, 28, 29, അതിൻ്റെ ഉള്ളിൽ ആര് വരും? ഇപ്പോൾ ഇമാം മഹ്ദിക്ക് ഇയാൾ കൊടുത്ത കാലപരിധി എത്ര? 3 വർഷം. അത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത്. ഇവിടെ ഭൂമിയിൽ അദ്ദേഹം ഉണ്ട്, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വരാൻ പോകുന്നത് 3 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വരാൻ പോകുന്നത് യഥാർത്ഥ മുസ്ലിമായിട്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ വംശ പരമ്പരയിൽപ്പെട്ട, അതായത് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അനുയായികളുടെ ഇടയിൽ വെച്ച് പലപ്പോഴും സന്ദർഭങ്ങൾ എന്റെ കരളിന്റെ കഷ്ടാണ് ഫാത്തിമ എന്ന് പറയില്ലേ നിങ്ങൾ? ഫാത്തിമ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഫാത്തിമ ബീബിയുടെ അലി റളിയല്ലാഹു ഈ പറഞ്ഞ ഷിയാക്കളായിട്ടുള്ള ആളുകള് പ്രവാചകനാവേണ്ട ആളാണെന്ന് പറഞ്ഞില്ലായിരുന്നു, അലി എന്ന് പറഞ്ഞു.
അലിയാണ് പ്രവാചകൻ. അവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി പറഞ്ഞാലേ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആവുള്ളൂ. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അതും ഒരു ഒഴുക്കം പറ്റില്ല. അവർ വലിയ തൃപ്തിയൊന്നും ഉണ്ടായിട്ട് പറയല്ല. അവര് അള്ളാഹുവിനെയും ഇങ്ങനെ അംഗീകരിക്കും ചെയ്യാത്തവരാണ്. പക്ഷെ അത് മറച്ചു വെക്കും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയും. പക്ഷെ അവര് പറയും അലി ഒലിയുള്ളാന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയേണ്ടതിന് പകരം അപ്പൊ അലി ആയിരുന്നു പ്രവാചകനാണ്ടത്. അള്ളാഹുവിന് മനുഷ്യന്റെ സൃഷ്ടാവായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് തെറ്റ് സംഭവിച്ച പോലെയാണ് അവര് പറയുന്നത്. അള്ളാഹു തെരഞ്ഞെടുത്തതിൽ മുഹമ്മദിനല്ലേ അവര് ഇതാക്കിട്ട്. അപ്പൊ ആ ശരിയാണ്. അഹ്ലു ബൈത്തു മിന്നി മിൻ ഇത്രത്തി ഫാത്തിമ. സാധാരണ റജുലുൻ ആദിയുൻ, മഹദി എന്ന് പറഞ്ഞാൽ മഹദി പരിശുദ്ധ ദീൻ അതിനൊക്കെ ചില പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നില്ല, ഇയാളെ വാക്കാട് പറയാൻ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, എൻ്റെ മകൾ ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ നിന്നാണ്. മിൻ ഇത്രത്തി ഫാത്തിമ മിൻ ഔലാദി ഫാത്തിമ. പിന്നെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആരാണ്? അത് ഇസ്മുഹു യുവാത്തു ഇസ്മി, എൻ്റെ ഇസ്മിനോട് യോജിക്കുന്ന പേരാണ് മുഹമ്മദ് ബിൻ അബ്ദില്ല, അല്ലേ? റജുലുൻ ആദിയുൻ, അദ്ദേഹം ആദിയായ സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷേ എൻ്റെ കുടുംബക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ നീതി നടപ്പിലാക്കും. എപ്പോഴാണ് വരിക? ജനങ്ങളൊക്കെ അരക്ഷിതാവസ്ഥയിലാകുമ്പോൾ, അനീതിയിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ. ലോകം ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. മൊത്തത്തിൽ അങ്ങനെയുള്ള ഒരു അനീതി ലോകത്ത് വ്യാപകമാകുന്ന സമയത്താണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനം. ഇങ്ങനെ ചില സൂചനകൾ റസൂൽ തന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നടപ്പിലാക്കൽ നീതിയാണ്. അദ്ദേഹം സൗദി അറേബ്യയിലാണ് വരുന്നത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇദ്ദേഹം പറയുന്ന കേൾക്കൂ നിങ്ങൾ. ഇദ്ദേഹം ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ഇപ്പോൾ അന്തി ഉറങ്ങുന്ന മദീനയിൽ അല്ലെങ്കിൽ മക്കയിൽ, ഒന്നിരിക്കൽ മദീനയിൽ അല്ലെങ്കിൽ മക്കയിൽ അദ്ദേഹം ഇന്നുണ്ട്. ഇയാളിപ്പോൾ പറയാണ്, ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരും, എന്നിട്ട് എന്തൊക്കെ ഇവിടെ ചെയ്യും, ഇതൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയാം ഇന്നിപ്പം മദീനയിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെ മക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾക്ക് അടിക്കടി ജിബ്രീൽ വഹിയുമായി വരുന്നത് പോലെ ഇയാളിങ്ങനെ വെളിച്ചപ്പാടാവുകയാണ്. അതിങ്ങനെ മറ്റേ അയാൾക്ക് എന്തുകൊണ്ട് ഈ ചാനൽ അവതാരകന്, ആ ചർച്ചയിൽ പങ്കെടുത്ത അവതാരകന് എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു അറിവുണ്ട്. അയാളിങ്ങനെ വലിയ അതിർപ്പം പോലെ അത്ഭുതം പോലെ കേൾക്കണം. അയാൾക്ക് എന്താണ്, ഇയാളെ ചാനൽ റീച്ച് കിട്ടണം. അപ്പോൾ ഇയാളിങ്ങനെ റേഡിയനാണ്, ഇങ്ങനെ കേൾക്കുകയാണ്. ഇത് കേൾക്കാനാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ ഇസ്ലാമിനെ ഇങ്ങനെ ചില വിവരദോഷികളായ ആളുകൾ വന്നിട്ട് വിവരക്കേടുകൾ വിളമ്പുക? അദ്ദേഹം പറയാണ് ഇമാം മഹദി 3 വർഷം, അത് കഴിഞ്ഞിട്ട് 5 വർഷം, അതിൻ്റെ ഇടയിലാണ് ഇമാം മഹദി വന്ന്, അതിൻ്റെ ഇടയിലാണ് അന്ത്യ ക്രൈസ്റ്റ് വരിക, അഥവാ ദജ്ജാൽ. എന്നാൽ അതും കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ജീസസ് വരിക എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് 10 കൊല്ലത്തിനുള്ളിൽ, ഈ 2026 മുതൽ കണക്ക് കൂട്ടുക. ഇയാൾ പറയാണ്, കേട്ടു നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിനെ നമുക്ക് മറ്റുള്ള മനുഷ്യർ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കാണിച്ചു തരാമെന്ന് അള്ളാഹു സ്വപ്നത്തിലും കൂടെ എനിക്ക് അറിയിച്ചെന്ന്. ഇമാം മഹദിന്റെ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരാനുള്ളത് ഇപ്പോൾ ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ വരുന്നതാണ്. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ ആര് വരും? ഈ ദജ്ജാൽ, അന്തിക്രിസ്തു. ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ, ഇന്ന് മുതൽക്ക്, ഈ ദിവസം മുതൽക്ക്, ഈ നിമിഷം മുതൽക്ക് 3 വർഷത്തിനുള്ളിൽ ഇമാം മഹദി രംഗപ്രവേശിച്ചു. ചരിത്ര പുരുഷനായ, ലോകം കാത്തിരിക്കുന്ന മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായ ഇമാം മഹദി സൗദി അറേബ്യ. നിങ്ങൾ ഇയാളുടെ വിദണ്ഡവാദങ്ങൾ 3 വർഷം കൊണ്ട് ഇമാം മഹദി. എന്നിട്ട് ആ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട്, ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ലോകം കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഫലസ്തീൻ, ഇന്ന് ലോകത്ത്
ഈ സാമ്രാജ്യത്വം കീഴടക്കിക്കൊണ്ട് ഫലസ്തീനെ പോലെയുള്ള ഗസ ഒക്കെ ഇന്ന് തീരാ ദുഃഖമാണല്ലോ. അവരൊക്കെ ലോകം കാത്തിരിക്കുന്നത് ഈ മഹദിയെയാണ്. ശരിയാണ്, ഞാനടക്കമുള്ള ലോകം കാത്തിരിക്കുന്ന മഹദി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നത് ഇമാം മഹദി വരുമ്പോൾ 3 വർഷത്തിനുള്ളിൽ ഇമാം മഹദി വരുമ്പോൾ ആദ്യമായി എന്നെയാണ് കാണുക. അല്ലാഹു തആല എനിക്ക് സ്വപ്നത്തിൽ അറിയിച്ചിട്ടുണ്ട് പറയുന്നത് നോക്കൂ നിങ്ങൾ. ആള് അതായത് സൗദി അറേബ്യ എന്ന് പറഞ്ഞ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് KSA എന്ന് പറയുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള അതിലെ മദീന, ഒന്നെങ്കിൽ മദീന പട്ടണത്തിൽ നമ്മളെ മദീന അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച സ്ഥലമുണ്ടല്ലോ മദീന, ആ മദീനയിലോ ഈ പരിശുദ്ധ കഅബയുള്ള മക്കന്റെ പരിസരത്ത് അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ആള്. ആ അദ്ദേഹത്തിനെയാണ് ഞാനടക്കമുള്ള ആളുകള് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ നമുക്ക് മറ്റുള്ള മനുഷ്യർ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കാണിച്ചു തരാമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്ക് അറിയിച്ചു തന്നെ. ഇമാം മഹദിന്റെ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരാനുള്ളത് ഇപ്പൊ ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ 5 വർഷത്തിനുള്ളിൽ ആര് വരും? ഈ ദജ്ജാൽ വരും, ആന്റിക്രൈസ്റ്റ് വരും. ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ, ഇന്ന് മുതൽക്ക്, ഈ ദിവസം മുതൽക്ക്, ഈ നിമിഷം മുതൽക്ക് 3 വർഷത്തിനുള്ളിൽ ഇമാം മഹദി രംഗപ്രവേശനം. ചരിത്ര പുരുഷനായ, ലോകം കാത്തിരിക്കുന്ന, മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായ ഇമാം മഹദി സൗദി അറേബ്യയുടെ കിങ് ആയിട്ട്, സൗദി അറേബ്യന്റെ രാജാവായിട്ട് വരും. അതിനുശേഷം അതോടൊപ്പം മറ്റേ 5 വർഷം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 7 വർഷം അതിനുള്ളിൽ ആര് വരും? ആന്റിക്രൈസ്റ്റ് വരും. ആന്റിക്രൈസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് 1.5 വർഷം കൂടെ കഴിയുമ്പോൾ, മാക്സിമം 2 വർഷം കഴിയുമ്പോൾ സാക്ഷാൽ ആര് വരും? ജീസസ് ക്രൈസ്റ്റ് വരും. ജീസസ് ക്രൈസ്റ്റിനെ അള്ളാഹു 7ാം ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ സമീപത്തുണ്ട്, അള്ളാഹു ഇറക്കി വരും. ഇറക്കി വരുമ്പോൾ ഇമാം മഹദിന്റെ അള്ളാഹുവിന്റെ ഈ അടിമന്റെ ഒക്കെ സമീപത്തേക്കാണ് വരിക. നമ്മളാണ് ആദ്യം ജീസസ് ക്രൈസ്റ്റിനെ കാണുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ ആദ്യമായി ഈ മഹദിന്റെ അടുത്താണ് ഞാൻ ഉണ്ടാവുക. ഇയാളും മഹദിന്റെ അടുത്താണ് ആ സമയത്ത് ഉണ്ടാവുക. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈസാ നബി നേരെ ആദ്യം കാണുന്നത് ഇയാളെയാണ്. എന്ന് പറഞ്ഞാൽ ഇയാളും ഈസാ നബി മഹദിയും ഒക്കെ ദോസ്താണ്. ഇയാൾ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഇയാളെ കൂടെ ഉണ്ടാകുക. മാത്രമല്ല ഇയാൾ വേറൊരു പ്രവചനം നടത്തുന്നുണ്ട്. ഇയാള് ഈ സൗദി അറേബ്യയിൽ ആദ്യം ഫഹദ് രാജാവിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് കാലം ഭരിച്ചു. അബ്ദുൽ അസീസ് രാജാവ് ഭരിച്ചു. ഒരുപാട് ആളുകൾ മാറി മാറി സൗദി അറേബ്യ ഭരിച്ചു. പിന്നെ ആലു സൗദിന്റെ കയ്യിൽ പിന്നെയാണ് എത്തുന്നത്. അതിന്റെ മുമ്പ് സുൽത്താൻ എന്ന് പറയുന്ന ആള് ഉണ്ടായിരുന്നു. അയാളെ കീഴടക്കിയിട്ടാണ്, അയാളെ കൂട്ടിലാക്കിയിട്ടാണ്, തുറങ്കിലടച്ചിട്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യ പിടിച്ചെടുക്കുന്നത്. ആലു സൗദ് ഭരണകൂടം അല്ലേ. ഇദ്ദേഹം എന്നിട്ട് പറയുന്നത് ഈ ഭരണകൂടം ഇനി ഇപ്പോൾ സൽമാന്റെ കയ്യിലാണ്. സൽമാൻ ഏകദേശം ഇപ്പം പ്രായമായി, മകൻ വലിയ അത്യാധുനിക സൗകര്യത്തോടു കൂടെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് ഒരു കളിപ്പാവ പോലെ ഒരു മുടക്കാ ചരക്കാക്കി ഒരു മൂലയിലാക്കിയിട്ടതാണ്. ഇപ്പം മൊത്തത്തിൽ ഇയാളാണ് എല്ലായിടത്തും പോയി സൈൻ ചെയ്യുന്നത്. ആര്? മുഹമ്മദ്. സൽമാൻ രാജാവ് തൻ്റെ പിതാവ് ആണ് അവിടുത്തെ കിരീടാവകാശി രാജാവ്. അയാളെ ഒരു ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇരുത്തിയിട്ട് ഇയാളാണ് സൗദി ഭരിക്കുന്നത്. ആര്? മുഹമ്മദ്. അയാൾ പാശ്ചാത്യ രാജ്യത്ത് പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, ബ്രിട്ടനിൽ പോകുന്നു, സ്പെയിനിൽ പോകുന്നു, ഇസ്രായേലിൽ പോകുന്നു. ഇവരൊക്കെ ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളിലും ഒപ്പിടുന്നു. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? മുഹമ്മദാണ്. ഇപ്പോഴത്തെ ഈ പറയുന്ന സൗദിയുടെ രാജാവ് സൽമാൻ, അയാൾ ഏകദേശം 2020 അല്ലെങ്കിൽ 2021, 2029 അതിനുള്ളിൽ ആൾ പണി തീർന്നു എന്നാരാണ്. അഥവാ ഇമാം മഹദി വരുന്ന കാലയളവിൽ, ഇമാം മഹദി ഇപ്പം വരാൻ തോന്നുന്ന വർഷമല്ല കേട്ടോ. അപ്പം ഇയാളെ കണക്ക് പ്രകാരം ഇയാൾ കണക്കൂട്ടിക്കുകയാണ്. അടുത്ത കൊല്ലം അല്ലെ പിറ്റത്തെ കൊല്ലം അല്ലെ പിറ്റത്തെ കൊല്ലം സൽമാൻ രാജാവ് അപ്പോഴേക്ക് മരിച്ചു പോകും. ഇയാളെ ഗവേഷണം പോണ പോക്കുകൾ ഇത് ഖുറാനിൽ പറഞ്ഞതാണോ ഹദീസിൽ പറഞ്ഞതാണോ? മൗലവിമാര് ചോദിക്കലതാ. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ CM വലിയുള്ളാഹിയുടെ കറാമത്ത് പറഞ്ഞാൽ സ്വപ്നകഥ, മായാവിക്കഥ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും വഹാബികൾ, പരിഹസിക്കും. നമ്മളൊരു വാദ് പറഞ്ഞാൽ, ഒരു ക്ലാസ് എടുത്താൽ, ഒരു ചരിത്ര സംഭവങ്ങൾ പറഞ്ഞാൽ, ഒരു വിക്കായത്ത് പറഞ്ഞാൽ, ഒരു ചില സംഭവങ്ങൾ പറഞ്ഞാൽ
നമ്മളെ കളിയാക്കും, ട്രോളന്മാരായ വഹാബി മൗലവിമാർ. എന്താ ഈ മൗലവിയെ നിങ്ങൾ ട്രോളുന്നില്ല? ഇയാൾ പറയാൻ മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ന സമയത്ത് മരിക്കും. നോക്കൂ നിങ്ങൾ അയാൾ പറയുന്നത് 2027 അല്ലെങ്കിൽ 2028 അല്ലെങ്കിൽ 2029 ഈ 3 വർഷത്തില് ഏതെങ്കിലും 2027 തന്നെ മരണപ്പെടാനുള്ള സാധ്യത, അതല്ലെങ്കിൽ 2028 അല്ലെങ്കിൽ 2029 മാക്സിമം. അതാ ഞാൻ പറഞ്ഞ 3 വർഷം. ഈ 3 വർഷത്തിനുള്ളിൽ സൽമാൻ രാജാവ് മരണപ്പെടുമ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാനെ MBS എന്ന് പറഞ്ഞ മുഹമ്മദ് സൽമാനും പിന്നെ ഇപ്പോ മനുഷ്യരുടെ മുമ്പിൽ ഇല്ലാത്ത, ലോകത്തിന്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു മകന് വേറെ ഉണ്ട്, സൽമാൻ രാജാവിന്റെ. അദ്ദേഹം ഇപ്പൊ മുഹമ്മദ് ബിൻ സൽമാൻ മാത്രമേ മുൻപിലുള്ളൂ, അടുത്ത സൗദി അറേബ്യന്റെ രാജാവായിട്ടുള്ളൂ. പക്ഷെ വേറൊരു മകനും കൂടി ഉണ്ട്. ആ മകനും ഈ മുഹമ്മദ് ബിൻ സൽമാനും കൂടെ നല്ല ഉഗ്രം ഫൈറ്റ് ആവും. അവന് രാജാവാണെന്ന് അവൻ പറയും, അവന്റെ കൂടി രാജകുടുംബത്തിലെ ആളുകൾ നിൽക്കും, ഇവന്റെ കൂടി നിൽക്കും. അങ്ങനെ ഉഗ്രം ഫൈറ്റ് ആയി കഴിയുമ്പോൾ പക്ഷെ അള്ളാഹു പറയുന്നത് ഇവർ 2 പേരും ആവില്ല. ഇമാം മഹദിയാണ് സാധാരണ മനുഷ്യന് ചെയ്തിട്ടുള്ള മദീനയിൽ ഇപ്പൊ മദീനയിൽ മക്കത്തോ ജനിച്ചിട്ട് മദീനത്തോ മക്കത്തോ ഉണ്ട് ആള്. അതായത് സൗദി അറേബ്യ എന്ന് പറഞ്ഞ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്ത്, KSA എന്ന് പറയുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള അതിലെ മദീന, ഒന്നെങ്കിൽ മദീന പട്ടണത്തിൽ നമ്മളെ മദീന അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച സ്ഥലമുണ്ടല്ലോ മദീന, ആ മദീനയിലോ ഈ പരിശുദ്ധ കഅബയുള്ള മക്കന്റെ പരിസരത്ത് അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ആള്. അദ്ദേഹത്തിനെയാണ് ഞാനടക്കമുള്ള ആളുകള് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ നമുക്ക് മറ്റുള്ള മനുഷ്യർ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കാണിച്ചു തരാമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്ക് അറിയിച്ചു തന്നെ. ഇമാം മഹദിന്റെ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരാനുള്ളത് ഇപ്പൊ ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ വരുന്നതാണ്.